പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കാനും ധ്യാനിക്കാനുമായി സഭാമാതാവ് തന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനഭാഗങ്ങളാണ്. അതിൽ 1-ാമത്തെ വചനത്തെക്കുറിച്ച് ഇന്ന് ഒന്ന് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. ഞാൻ ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഈശോ ഈ 2 പേരായി അയച്ചതെന്ന് ഇങ്ങനെ ധ്യാനിക്കുമായിരുന്നു. ഇന്നത്തെ പ്രഭാത ആരാധനയിൽ അച്ഛൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്ക് ആത്മീയമായ ഉപദേശം നൽകാനുള്ള ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. ഒരു സ്പിരിച്വൽ ഫാദർ എപ്പോഴും കൂടെ ഉണ്ടാകണം. സ്പിരിച്വൽ ഉപദേഷ്ടാവ് നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധമായിട്ടും പറഞ്ഞു തരുന്നൊരു വചനഭാഗമാണ്. കാരണം നമുക്ക് എപ്പോഴും, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വാക്കുകളിലൊക്കെ തെറ്റ് പറ്റാം. അതിന് തെറ്റുപറ്റിയ ഉടനെ തന്നെ നമ്മളെ തിരുത്താനുള്ള ആൾക്കാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ആത്മീയ ഫാദറിനെ അല്ലെങ്കിൽ ആത്മീയ ഉപദേഷ്ടാവിനെ, കൂട്ടുകാരനെ നമ്മളെങ്ങനെ തിരഞ്ഞെടുക്കും? ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അസീസി പുണ്യവാളൻ്റെ ജീവചരിത്ര പുസ്തകം വായിച്ചപ്പോൾ അതിനകത്തൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. നമുക്കറിയാലോ, അസീസിയിലെ ഫ്രാൻസിസ് മാനസാന്തരത്തിന് മുൻപ് ഒരു പ്രഭുകുമാരൻ്റെ മകനായിരുന്നെന്നും അവന് നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിലൊക്കെ അസീസിയുടെ തെരുവോരങ്ങളിൽ നിന്ന് പാടുമ്പോൾ മട്ടുപ്പാവിൽ നിന്ന് ഈ പെൺകുട്ടികളൊക്കെ അസീസിയെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നൊക്കെ നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നല്ലോ ക്ലാരയ്ക്കും അസീസിക്കും പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തായാലും മാനസാന്തരത്തിന് ശേഷം ഫ്രാൻസിസ് ഈ താപസ വസ്ത്രങ്ങളൊക്കെ സ്വീകരിച്ച് ചാക്കുടുത്ത് അരയിൽ ചരടൊക്കെ കെട്ടി പൂർണ്ണമായിട്ടുള്ള ഒരു താപസ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ക്ലാരയ്ക്കും മനസ്സിലായി ഇത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. അപ്പോൾ ഫ്രാൻസിസിൻ്റെ പുറകെ ഈ ക്ലാരയും പുണ്യവതിയായി, അവളും അവളെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് അവളും സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്ലാരയുടെ മഠത്തിൽ ക്ലാരയുടെ ശിഷ്യകളായിട്ടുള്ള സഹോദരിമാരെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ സിൽവസ്റ്റർ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ, അവിടെ കുർബാന ചെല്ലാൻ വരുന്ന അച്ഛനോട് ഈ ക്ലാര പുണ്യവതി പറഞ്ഞയക്കുകയാണ്, ഫ്രാൻസിസ് പുണ്യവാളനോട് ഒരു ദിവസം ഒന്ന് വന്ന് മഠത്തിലേക്ക് വന്ന് ഈ കുട്ടികൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഈ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ സിൽവസ്റ്റർ അച്ഛൻ വന്ന് അസീസി പുണ്യവാളനോട് പറയുകയാണ്, ക്ലാരയുടെ മഠത്തിൽ പോകണം, ആ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കണം, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ അസീസി പുണ്യവാളൻ ഫ്രാൻസിസ് പുണ്യവാളൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് പോർസിംഗിലാഗിലേക്കുള്ള വഴിയുടെ എന്ന് പറഞ്ഞ ക്ലാരയുടെ മഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലും ലില്ലിപ്പൂവ് വിരിയുന്നത് എന്നാണോ അന്ന് ഞാൻ അവിടെ പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലില്ലിപ്പൂവ് വിശുദ്ധിയുടെ പ്രതീകമാണ്. ഒരു സൈഡിൽ ലില്ലിപ്പൂവ് വിരിഞ്ഞതുകൊണ്ട് ഫ്രാൻസിസ് പുണ്യവാളൻ പോകില്ല, 2 സൈഡിലും ലില്ലിപ്പൂവ് വിരിഞ്ഞാൽ മാത്രമേ പോകുള്ളൂ. നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ആത്മീയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെപ്പറ്റി ഇന്ന് ധ്യാനിക്കുകയാണ്. വളരെ വലിയൊരു ചിന്തയാണ്. ഇരുഭാഗത്തും ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിന്നാൽ മാത്രമേ നമ്മൾ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ഉയരുകയുള്ളൂ, അല്ലെങ്കിൽ അത് ആ ബന്ധങ്ങളൊക്കെ അപകടം ഉണ്ടാക്കും. അപ്പോൾ അസീസി പുണ്യവാളൻ ഇതൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം 2 വശത്തും ലില്ലിപ്പൂ വിരിഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ നടുവിലൂടെ ഫ്രാൻസിസ് പുണ്യവാളൻ ക്ലാരയുടെ മഠത്തിൽ പോയി ആ മക്കൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത്, സഭയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് തിരിച്ചു പോന്നു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് മാത്രം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ എല്ലാ ആത്മീയ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കണം. അതിനുള്ളിൽ ഭൗതികത കടന്നു വന്നാൽ ഉറപ്പായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവർ തിരസ്കൃതരായി പോകും അധികം വൈകാതെ. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചു വേണം ആത്മീയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ. നമുക്ക് നല്ല ആത്മീയ പിതാക്കന്മാരുണ്ടാകട്ടെ, ആത്മീയ മാതാക്കന്മാരുണ്ടാകട്ടെ. നമ്മളെ തിരുത്താനും തെറ്റുപറ്റാതെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനും നയിക്കാൻ പറ്റുന്ന നേതൃത്വം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ആത്മീയ ജീവിതം ആശംസിക്കുന്നു. നന്ദി.